പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്ന ശതദിന ഭാരത നൃത്തോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്തമണ്ഡപരങ്ങിൽ ശ്രീകൃഷ്ണനെയും പരമശിവനെയും സ്തുതിച്ച് ചിലങ്ക കെട്ടിയ തന്റെ കുഞ്ഞു പാദങ്ങളിൽ ജതികൾ ഉണർത്തി കുഞ്ഞു കൈകളിലെ മുദ്രകളിലൂടെ കഥ പറഞ്ഞും മുഖത്തിൽ നവരസഭാവങ്ങളുമായി ഭരതനാട്യമാടിയ കുമാരി ഷാസ പർവീൻ ദേവസ്ഥാന നാട്യമണ്ഡപത്തെ പുളകിതയാക്കി. കണ്ണപ്പന്റെ കഥ പറയുന്ന കണ്ണായ കാണ എന്ന ശിവവർണ്ണവും മായനിതു ശയലാമോ എന്നാരംഭിക്കുന്ന കൃഷ്ണവർണ്ണവുമാണ് ഗുരു ഗിരീഷ് വലപ്പാടിന്റെ ശിഷ്യയായ കുഞ്ഞു ഷാസ പർവീൻ അനായാസേന നൃത്തമാടിയത്. ദേവസ്ഥാന മണ്ഡപത്തിൽ നൃത്തത്തിനെത്തിയ ഷാസ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും പാദങ്ങൾ തൊട്ടുവന്ദിച്ചാണ് രംഗപ്രവേശനം നടത്തിയത്. തുടർന്ന് കലാമണ്ഡലം ശിശിര ശിവപ്രസാദ് തന്റെ നാട്യാഞ്ജലിയിൽ ഗുരു പ്രിയദർശിനി ഗോവിന്ദ് ചിട്ടപ്പെടുത്തിയ മാതേ മലയധ്വജ പാണ്ഡ്യ സംജാത എന്ന് തുടങ്ങുന്ന കമാസ് ദരു വർണ്ണവും രണ്ടാമത്തെ ഇനമായി ഇന്ദു സൈസരികി ബാലകൃഷ്ണ എന്ന കന്നഡ ഭാഷയിലെ ദേവർ നാമയും അതിൽ പൂതനാമോക്ഷ കഥ ഉൾക്കൊള്ളിച്ച് നടന വൈഭവവും ഒരുക്കി. കലാമണ്ഡലം അഞ്ജലിയുടെ മോഹിനിയാട്ടത്തിൽ കാവാലം നാരായണ പണിക്കരുടെ രചനയായ തത്താത്തിഗു എന്ന് തുടങ്ങുന്ന ഗുരു കലാമണ്ഡലം ക്ഷേമാവതി ചിട്ട ചെയ്ത ഗണപതി സ്തുതിയും പരിപാഹിമാം ഹരേ എന്ന പ്രസിദ്ധമായ കഥകളി പദവും ഗജേന്ദ്രമോക്ഷം കഥ പറയുന്ന ശ്രീമന്നാരായണ എന്ന പദവും തുടർന്ന് ഗുരു മായാറാണിയുടെ ശിഷ്യർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും മനോഹരമായ രംഗഭാഷ്യം നൽകി. നർത്തകിമാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു.